ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ ഒരു ഈവനിങ് ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ സമയം അനുസരിച്ച് ആണ് ഞാനിതിൽ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ ക്ലാസ് വിട്ട് വരുന്ന സമയം വ്യത്യാസം ഉണ്ടായിരിക്കും, ചില കുട്ടികൾ ട്യൂഷന് പോകുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ ടൈം ടേബിൾ ഒന്ന് മാറ്റിയെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ക്ലാസ് വിട്ട് വരുന്ന സമയം 4 മണിക്ക് ശേഷമായിരിക്കും, 4:15 4:30, ചില കുട്ടികൾ 5 മണിയൊക്കെ വരുന്നുണ്ട്. വന്ന വശം തന്നെ ആദ്യം കുളിച്ച് ഫ്രഷ് ആവുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അതിനുശേഷം സ്നാക്സ് ഒക്കെ കഴിക്കുക. പലപ്പോഴും എൻ്റെ മക്കൾക്കായാലും വന്ന വശം അങ്ങനെ പറയുമ്പോൾ മടിയാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ മടി പിടിക്കും. പക്ഷെ മടി പിടിക്കാതെ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വന്ന ക്ഷീണമൊക്കെ മാറി കുറച്ചും കൂടി നല്ലൊരു ഉണർവ് കിട്ടും. പിന്നെ തലമുടിയൊക്കെ വാഷ് ചെയ്യുന്നത്, ചില കുട്ടികൾ ഷോർട്ട് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ തലമുടിയൊക്കെ വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാവും ക്ലാസ്സിൽ പോകുന്നുണ്ടാവും. പക്ഷേ ചില കുട്ടികൾക്ക് നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇത്രയും ലോങ് ഹെയർ ഒക്കെ ആകുമ്പോൾ വാഷ് ചെയ്ത് ഉണങ്ങി ഒക്കെ പോകാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് വിട്ട് വന്നിട്ട് തലയൊക്കെ വാഷ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം. അപ്പോഴേക്കും സമയം 5 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 5 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ ഫ്രീ ടൈമാണ്. ആ സമയം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക. ആ നേരം വേസ്റ്റ് ആക്കി കളഞ്ഞാൽ എന്താണ് കുഴപ്പം, പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും. നിങ്ങൾ ട്യൂഷന് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ ട്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 6 മണിയൊക്കെ ആയിട്ടാവും വീട്ടിൽ വരുന്നുണ്ടാവും. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് 1 മണിക്കൂർ ഫ്രീ ടൈം കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ ഫ്രീ ടൈമിൽ സാധാരണ ഇവർ ചെയ്യുക, പുറത്ത് കുറച്ച് നേരം കളിക്കാനായിട്ട് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും. ചില സമയത്ത് അവർക്ക് TV കാണാനായിരിക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാം കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ബുക്കുകളോ കളറിംഗ് ബുക്കുകളോ ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും സാധാരണ ഇവർ ഈ സമയത്ത് ചെയ്യും. അപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾ മക്കൾക്ക് ഉപയോഗിക്കുന്ന നല്ല കുറച്ച് ബുക്സാണ് ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ കളറിംഗ് ബുക്കുകൾ, കുട്ടികൾക്ക് പെൻസിൽ കൺട്രോളും പാറ്റേൺസ് ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന ബുക്കുകൾ, ഹിന്ദി പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്കാണെങ്കിൽ ഹിന്ദി വർക്ക് ബുക്ക്, പിന്നെ കളറിംഗ് പാറ്റേൺ ആക്ടിവിറ്റി ബുക്കുകൾ, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ പ്രത്യേകിച്ച് LP ലെവൽ സ്റ്റുഡൻസിന് വളരെയധികം ഉപകാരമുള്ളതാണ്. അപ്പോൾ ഈ ബുക്കുകളെല്ലാം തന്നെ ഫിസിക്സ് വാല പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് വരുന്നത്. ആമസോണിൽ നമുക്ക് ഈ ബുക്കുകളെല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ബുക്കുകൾക്ക്. ഓൺലൈനാകുമ്പോൾ എവിടെ ഇരിക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഈ ബുക്കുകളൊക്കെ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കളറിംഗ് ബുക്കിൻ്റെ സെറ്റാണ്. 12 ബുക്കുകളാണ് വരുന്നത്. കുഞ്ഞു 12 ബുക്കുകൾ, പല കാറ്റഗറിയിൽപ്പെട്ട കളറിംഗ് ബുക്കുകളാണത്. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ, ബേർഡ്സിൻ്റെ, അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങൾ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സെറ്റ് വാങ്ങിയ 12 ബുക്കുകൾ വരുന്നൊരു സെറ്റാണിത്. ഓരോ പിക്ചറിനും എങ്ങനെ കളർ ചെയ്യണം നമ്മുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കളർ ഷെയ്ഡ് ഏതാ കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു ബുക്ക് സിംഗിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ 100+ കളറിംഗ് പേജസ് ഉള്ള ഇങ്ങനത്തെ ബുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ബുക്കിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടായിരിക്കും കളർ ചെയ്യാൻ. ഇത് ഒരെണ്ണമായിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിൽ പല ടൈപ്പിലുള്ള പിക്ചേഴ്സ് ഉണ്ടാവും, കാർട്ടൂണിനും എല്ലാം മിക്സ് ആയിട്ടാണ് ഈ ഒരു ബുക്കിൽ വരുന്നത്. പിന്നെ വരുന്നത് ആക്ടിവിറ്റി ബുക്കുകളാണ്. ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് പാറ്റേൺസ് ആക്ടിവിറ്റി ബുക്കാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പെൻസിലൊക്കെ പിടിച്ച് നല്ലതായിട്ട് വരയ്ക്കാനുള്ള ആ ഒരു ഇത് കിട്ടാനാണ് ഇങ്ങനത്തെ ബുക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പിക്ചേഴ്സും അതിങ്ങനെ ട്രേസ് ചെയ്യുന്ന മോഡലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ ബുക്കിൻ്റെ സെറ്റാണ്, ഒരു ബുക്കുള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെൻസിൽ കൺട്രോൾ ആൻഡ് പാറ്റേൺസ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ ഇതിൽ 4 ബുക്കാണ് വരണത്. അതായത് ABCD എഴുതി പഠിക്കുന്നത്, നമ്പേഴ്സ് എഴുതി പഠിക്കുന്നത്, സ്മോൾ ലെറ്റേഴ്സ് എഴുതി പഠിക്കുന്നത്, പിന്നെ ഇതുപോലെ പാറ്റേൺസ് വരച്ച് പഠിക്കുന്ന ബുക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് LP ലെവൽ, ഇപ്പോൾ 1ാം ക്ലാസ്, LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ബുക്കുകൾ വാങ്ങി കൊടുത്താൽ പഠന സമയത്തും ഇവർക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ടും എളുപ്പമാണ്. പിന്നെ ഹിന്ദി പഠിക്കാൻ കുട്ടികൾ തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റോസുവിനാണെങ്കിൽ 4ാം ക്ലാസ് മുതൽ ഹിന്ദിയുടെ വർക്ക് ബുക്ക് യൂസ് ചെയ്യണം. 5ാം ക്ലാസ് മുതൽ ഹിന്ദി സബ്ജക്റ്റായിട്ട് അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ വർക്ക് ബുക്ക് ഇങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ ഹിന്ദി ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് നമുക്ക് എഴുതി കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെയുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്കാണ് 1000 വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്ക്. ഇതിൽ 1000 വാക്കുകൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. പിക്ചറും ആ വാക്കും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പമായിട്ട് ഓരോ കാര്യങ്ങളുടെയും പേര് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും വാങ്ങി കൊടുക്കേണ്ട ഒരു ബുക്കാണ്. കാരണം ഒരുപാട് പുതിയ വാക്കുകൾ അവർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ അവർക്ക് നന്നായിട്ട് അത് ഓർമ്മ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ ബുക്കുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിലത് സിംഗിൾ ബുക്കായിട്ട് കിട്ടും, ചിലത് സെറ്റായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ റൂമൊക്കെ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോഴാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ വേഗം ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം പ്രകാരമാണെങ്കിൽ അവരൊരു 7:15 ആകുമ്പോഴാവും പഠിക്കാനായിട്ട് ഇനി ഇരിക്കുക. ഇനി ട്യൂഷനൊന്നും പോകാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 6 മണിയാകുമ്പോഴേക്കും പഠിക്കാനായിട്ട് ഇരിക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ഇരുന്ന ശേഷം നമ്മൾ നമ്മുടെ ഹോം വർക്കുകളൊക്കെ ആദ്യം തന്നെ ഒക്കെ ചെയ്ത് തീർക്കുക. നാളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകേണ്ട വല്ല ചാർട്ടോ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വേഗം ചെയ്ത് തീർക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ള സമയം അന്ന് എടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ ആ പഠിക്കാനുള്ള സമയമൊന്നും തികയാത്ത പോലെ നമുക്ക് വരും. എത്ര പഠിച്ചാലും കഴിയുന്നില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ മാക്സിമം ടൈം വേസ്റ്റ് ആക്കാതെ തന്നെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റും. വൈകുന്നേരം ഒരുപാട് ലേറ്റായിട്ടിരുന്ന് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ ഫീൽ ചെയ്യും. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ സമയം ഇപ്പോൾ 8:15 ഒരു 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, നമ്മുടെ ബാക്കിയുള്ള യൂണിഫോമിന് വേണ്ടി ആക്സസറീസും കാര്യങ്ങളും എല്ലാം സെറ്റാണോ എന്നൊന്ന് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബാഗ് ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് എല്ലാം തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തലേ ദിവസം തന്നെ എന്തായാലും ചെയ്യാം. കാരണം രാവിലെ നേരത്തെ ക്ലാസ്സിൽ പോകുമ്പോൾ ഇതൊന്നും ആ നേരത്തെ കാണാണ്ടായി കഴിഞ്ഞാൽ ഫുള്ള് ആകെ തിക്കും തിരക്കും ബഹളവും, നമ്മുടെ സമയം വേസ്റ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്കിപ്പോൾ എഴുന്നേറ്റും കുറച്ച് പഠിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാനും എല്ലാമുള്ള ടൈം നമുക്ക് കുറച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും സമയം 8:30 മണിയായിട്ടുണ്ടോ. ഞങ്ങൾ സാധാരണ 8:30ക്കാണ് പ്രയർ എത്തിക്കുക. 8:30 കഴിഞ്ഞിട്ട് 9 മണിക്കാണ് നമ്മൾ ഡിന്നർ കഴിക്കുക. പക്ഷേ ഇത് പലരുടെയും വീട്ടിൽ മാറ്റം ഉണ്ടായിരിക്കും. ചിലർക്ക് 8:30ക്ക് പ്രയറോ അങ്ങനെ ഉണ്ടായിരിക്കില്ല, പ്രയർ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, ചിലപ്പോൾ നമ്മൾ ഡിന്നർ വേഗം കഴിക്കും. അപ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഞങ്ങൾ ഓൾറെഡി ഇത്രയും ടൈം ആയില്ലോ, പഠിച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഡിന്നർ അപ്പോൾ 9 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനൊന്നും ഇരിക്കാറില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1 മണിക്കൂർ ഫാമിലി ടൈമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ പാരൻസിനോടും നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോടും സിസ്റ്ററിനോടും അല്ലെങ്കിൽ ബ്രദറിനോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ക്ലാസ്സിലുണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവരും ഒന്നിച്ച് വല്ല സിനിമയോ എന്തെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ വല്ല കോമഡി ആയിട്ടുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാം വെച്ചിട്ട് അതൊക്കെ കാണാം. അപ്പം നമുക്ക് എല്ലാവരുടെ കൂടെയുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷവും കിട്ടും. അപ്പം നമ്മുടെ റുട്ടീൻ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതും നമ്മുടെ പഠനവും കാര്യമൊക്കെ നന്നായിട്ട് നടക്കുന്നതും നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു റുട്ടീൻ. അങ്ങനെ 10 മണിയാകുമ്പോൾ എല്ലാവരും അവരുടെ ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ റൂമിലോട്ട് വരിക. പല്ലൊക്കെ തേച്ച് ബ്രഷൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് വന്ന് ബെഡൊക്കെ ശരിയാക്കി എന്തെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വായിക്കുക. നല്ലൊരു സ്റ്റോറി ബുക്ക് എടുത്തിട്ട് വായിച്ച ശേഷം കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള റുട്ടീൻ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷവും അതുപോലെ തന്നെ നല്ലൊരു എനർജിയും എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റുട്ടീൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക്